അങ്ങനെ 4 hours ഓഫ് ഫ്ലൈ കഴിഞ്ഞ് ഏർലി മോർണിംഗ് ഒരു 8:30 ഞങ്ങൾ ഷാങ്കി ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ ലാൻഡ് ചെയ്തിരിക്കുകയാണ്. ഒരുപാട് തവണ വേൾഡ്സ് ബെസ്റ്റ് എയർപോർട്ടിനുള്ള അവാർഡ് വാങ്ങിയിട്ടുള്ള ഒരു എയർപോർട്ടാണിത്. കുറേ വീഡിയോസിലും ഫോട്ടോസിലും എല്ലാം കണ്ട് ഇവിടുത്തെ ബ്യൂട്ടി ഒന്ന് അറിയാൻ വേണ്ടി ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ട് ഞാൻ. ഒരു ടെർമിനലിൽ നിന്ന് നെക്സ്റ്റിലേക്ക് നമ്മൾ സ്കൈ ട്രെയിൻ ആണ് പോണത്. സിംഗപ്പൂർ സിറ്റി ഈസ് വെരി ബ്യൂട്ടിഫുൾ ആൻഡ് ക്ലീൻ ആൻഡ് വെതർ എസ്പെഷ്യലി നല്ല പ്ലസൻറ്റ് വെതർ ആയിരുന്നു. ചുറ്റോട് ചുറ്റും ഗ്രീനറിയാണ് കാണുന്നത്. പിന്നെ ഇവിടുത്തെ ബിൽഡിങ്സ് എല്ലാം ഒരു ഡിഫറെൻറ്റ് ആർക്കിടെക്ചറാണ്. സിറ്റി ലൈഫിൻ്റെ എല്ലാ ഭംഗിയും ഈ സ്ഥലങ്ങൾക്ക് ഉള്ളതായിട്ട് എനിക്ക് തോന്നി. അങ്ങനെ ഞങ്ങളുടെ ടെർമിനൽ എത്തിക്കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോയി ഒരു ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ഒരു സിംഗപ്പൂർ സ്റ്റൈൽ ഫ്രൈഡ് റൈസാണ് ഞങ്ങൾ കഴിച്ചത്. സിംഗപ്പൂർ എയർപോർട്ടിൽ ഒരുപാട് സ്പെഷ്യാലിറ്റീസ് ഉണ്ട്. നമ്മൾ ഡേ ടൈമാണ് ഇവിടെ വരുന്നതെങ്കിൽ നമ്മൾക്ക് ഇവരുടെ ഒരു എയർപോർട്ട് ടൂർ പാക്കേജ് എടുക്കാവുന്നതാണ്. ഈ എയർപോർട്ടെല്ലാം കറങ്ങി കാണാൻ വേണ്ടിയിട്ട് നമുക്ക് അത്ര ടൈം ഒരു 5 to 8 hours ലേ ഓവർ വേണം എല്ലാം കാണാനായിട്ട്. ഞങ്ങൾക്ക് ജസ്റ്റ് 2 hours ആണ് ഇവിടെ ടൈം ഉള്ളത്. അപ്പോൾ ഇവിടുത്തെ മെയിൻ ഫീച്ചേഴ്സും മെയിൻ കാര്യങ്ങളൊന്നും ഞങ്ങൾക്ക് കാണാൻ പറ്റിയിട്ടില്ല. ഇവിടുത്തെ ഒരു ഇൻഡോർ വാട്ടർ ഫൗണ്ടൻ വളരെ ഫേമസ് ആണ്. പിന്നെ ഒരു ബട്ടർഫ്ലൈ ഗാർഡൻ, സൺഫ്ലവർ ഗാർഡൻ, ഇതൊക്കെ കാണാൻ മാത്രം ഭംഗിയുള്ള സ്ഥലങ്ങളാണ് ഇതിനകത്ത് തന്നെ. അപ്പോൾ ഈവൻ നിങ്ങൾക്കൊരു ലോങ് ടൈം ഇവിടെ സ്പെൻഡ് ചെയ്യേണ്ടി വന്നാലും വളരെ വർത്ത് ആണ് അത്. ഇവിടുത്തെ പ്ലാന്റ് അറേഞ്ച്മെൻറ്റ് ഞാൻ എടുത്ത് പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. ഇവിടെ ഈ സെറ്റ് ചെയ്തിരിക്കുന്ന പ്ലാന്റ്സ് എല്ലാം ഒരു ഡിഫറെൻറ്റ് ടെറേറിയം സെറ്റപ്പിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഈ എയർപോർട്ടിനകത്ത് തന്നെ ഒരുപാട് ഓർക്കിഡ് ഫ്ലവേഴ്സ് കാണാം. പിന്നെ ഈ കാണുന്ന ഒപ്റ്റിക്കൽ ഇല്യൂഷൻ കുട്ടികളെ എല്ലാം എക്സൈറ്റിംഗ്ലി ഇരുത്തുന്ന ഒരു കാര്യമാണ്. ഇതിൻ്റെ താഴെ കിടന്നുകൊണ്ട് സ്കൈ വാച്ച് ചെയ്യുന്ന പോലെ കുറേ ചെറിയ കുട്ടികളെല്ലാം ഈ ഇല്യൂഷൻസ് കാണുന്നുണ്ടായിരുന്നു. അതിങ്ങനെ മൂവ് ആയിക്കൊണ്ടിരിക്കും. ഇപ്പോൾ നമുക്ക് കാണുന്നത് ഒരു മാന്ത ഫിഷ്, ഒരു പോണ്ട് സെറ്റപ്പാണ്. അത് റെയിൻഫോൾ ആയിട്ടും വാട്ടർഫാൾസ് ആയിട്ടും എല്ലാം ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. 2 hours എത്ര വേഗമാണ് ഇവിടെ കടന്നു പോയതെന്ന് ഞങ്ങൾക്ക് അറിഞ്ഞില്ല.